വാർത്തകൾ തുടരുന്നു. സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അന്തിക്കാട് പോലീസ് വേട്ടയാടുന്നു എന്നാരോപിച്ച് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. സോഷ്യലിസ്റ്റ് യുവജനത നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പുത്തൻപീടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ 100 മീറ്റർ അകലെ വെച്ച് ചേർപ്പ് CI സുന്ദരന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. ഇതിനെ തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പ് നടത്തി. ഇതോടെ കാഞ്ഞാണി അന്തിക്കാട് റൂട്ടിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സോഷ്യലിസ്റ്റ് യുവജനത സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറോലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അജി ഫ്രാൻസിസ്, യുവജനത ജില്ലാ പ്രസിഡന്റ് പ്രതാപ് സിംഗ്, PG ദീപക് എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ ഒരു കാര്യം നിനക്ക് പറഞ്ഞു തരാം. നിന്നെ ഈ റോട്ടിൽ വെച്ച് തടഞ്ഞു നിർത്താൻ ഈ പ്രവർത്തകർക്ക് സാധിക്കാത്തതുകൊണ്ടല്ല, ഒരു നിയമ സംവിധാനം നടത്തുന്ന കാക്കിക്കുപ്പായവുമിട്ട് കേരള സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥരായി നടക്കുന്നത് കൊണ്ട്, ആ നിയമത്തെയും ആ യൂണിഫോമിനെയും ബഹുമാനിക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ നടക്കുന്നത്. ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുമതല നിറവേറ്റിക്കൊണ്ട് നിയമവും നീതിയും നാട്ടിൽ ഒരേപോലെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് 2ാം വട്ടം ചിന്തിക്കേണ്ടി വരുമെന്ന് സഖാവ് പ്രേമാനന്ദനും അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന, നിർദ്ദേശം കൊടുക്കുന്ന മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ അയാൾ BJPയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വാക്കുകൾ കേട്ടാണ് ഈ സ്റ്റേഷൻ ഭരിക്കുന്നത്. സോഷ്യലിസ്റ്റ് ജനതയുടെ പ്രവർത്തകർ വരുമ്പോ അവർക്കെതിരെ കേസെടുക്കുക, സോഷ്യലിസ്റ്റ് ജനതയുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുമ്പോ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് നിസ്സാരവൽക്കരിക്കുകയും BJPക്കാരും കമ്മ്യൂണിസ്റ്റുകാരും പരാതി കൊടുക്കുമ്പോ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സുഗതൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, യൂണിറ്റ് സെക്രട്ടറി KS ഷാജു, ട്രഷറർ PN സുധീഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നാട്ടിക SN കോളേജിൽ നടന്ന SFI AISF സംഘടനത്തെ തുടർന്ന് വ്യാഴാഴ്ച പഠിപ്പ് മുടക്കി സമരം നടത്തി. കോളേജിൽ നടന്നിരുന്ന പരീക്ഷയ്ക്ക് യൂണിയനുകൾ തടസ്സം ചെയ്തില്ല. സമരത്തെ തുടർന്ന് SFI AISF വിദ്യാർത്ഥികൾ കോളേജ് കോമ്പൗണ്ടിൽ പ്രകടനം നടത്തി. എടത്തിരുത്തി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. കൃഷി എന്നാണോ നമ്മൾ ഉപേക്ഷിച്ചത്, അന്നു മുതൽ നമ്മൾ രോഗികളായി മാറിയിട്ടുണ്ട്. സമൂഹത്തിലെ 60% പേർക്കും അത് പ്രായഭേദമന്യേ വിവിധ തരം രോഗങ്ങളുണ്ട്. അത് കീടനാശിനി ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം തന്നെയല്ല, നമ്മുടെ എല്ലാം അഭിരുചികൾ മാറിയതിന് കൂടി തന്നെയാണ്. കൃഷിയിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഒരു പരിണിത ഫലം കൂടി തന്നെയാണ്. നിങ്ങൾക്കറിയാം, ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്ത് അവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിൽ കിട്ടാവുന്ന ചില സാമഗ്രികളുമായിട്ടാണ് സ്കൂളിലേക്ക് പോവുക. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഭരണഘടനാ ഭേദഗതി വാർഡംഗം PK ഹംസ അധ്യക്ഷനായി. കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ, PS ഷാഫി, പ്രധാനാധ്യാപിക MM ജയ, ഗുഹരാജ് കൊച്ചിക്കാട്ട്, PP കൊച്ചുത്രേസ്യ എന്നിവരും പ്രസംഗിച്ചു. ഇനി ചരമവാർത്തകൾ. എടത്തിരുത്തി വെസ്റ്റ് കൊല്ലാറ സെന്ററിനടുത്ത് കോഴിപ്പറമ്പിൽ ശശിധരൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു.
ചെന്താപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറിയാണ്. ഷീനയാണ് ഭാര്യ. ആനന്ദ്, ദേവി എന്നിവർ മക്കളാണ്. കയ്പമംഗലം കൂരിക്കുഴി തളിക്കുളം ഇബ്രാഹിം ഭാര്യ കുഞ്ഞുമോൾ നിര്യാതയായി. 62 വയസ്സായിരുന്നു. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് കൂരിക്കുഴി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ഷക്കീർ, നസീറ, ഷാജി, ഹസീന, ഷാനവാസ് എന്നിവർ മക്കളും. ആസിയ, അബ്ദുൾ അസീസ്, അൻസ, അബ്ദുൾ റഷീദ്, നിജിന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറക്കൽ ചെറുപുഴ ശുദ്ധജല പദ്ധതിക്കായി മേജർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധനയും അളവെടുപ്പും നടത്തി. വിവിധ പരിപാടികളോടെ സ്കൂളുകളിൽ ഹിന്ദി ദിനാചരണം നടത്തി. സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് വേട്ടയാടൽ എന്നാരോപിച്ച് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.